എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം എനിക്ക് നാട്ടിലില്ലായിരുന്നു. ശരിക്കുള്ള ആൻസർ പറയേണ്ടത് ആ പ്രായത്തിലുള്ള പിള്ളേരായിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാലോ, എന്തുകൊണ്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു? അതിന്റെ ഒരു ശരിയും തെറ്റും അറിഞ്ഞുപയോഗിക്കുന്നു, നാട്ടിലെ ആൾക്കാർ അറിയാതെ ഉപയോഗിക്കുന്നു. നഴ്സിംഗിന് ചേരുക എന്ന് പറഞ്ഞത് 22 ലക്ഷം രൂപയാണ്. എല്ലാ പുറം രാജ്യങ്ങളിലും എല്ലാ വെസ്റ്റേൺ കൺട്രീസും they need manpower. ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് ഫ്രീ. നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്തും ചെയ്യാൻ നമ്മൾ റെഡിയാന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തിനാ പിന്നെ അവിടെ ഒരു കാര്യം പറഞ്ഞോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്താണ്. ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് ചെയ്ത ജോലിക്ക് എനിക്ക് കിട്ടിയിരുന്നത് 1000 രൂപയാണ്. ഇപ്പൊ എങ്ങനെയെങ്കിലും സമയം കിട്ടുമെങ്കിൽ പിള്ളേരോട് ഇരിക്കും. അതെ, ഇതുപോലെ ഞങ്ങൾ അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾക്ക് വന്ന് അപ്പൊ വീട്ടിൽ പോകാൻ നിങ്ങൾക്ക് തോന്നത്തില്ല. If you are good enough to succeed at home is the best place to be. ചെയ്യുന്ന ജോലി എടുത്ത് റീൽസ് ആക്കി ലോകത്തുള്ള എല്ലാവരെയും കാണിക്കുകയും ചെയ്യും. എന്നിട്ട് അതേസമയം ആ നാട്ടിൽ ആ ജോലി ചെയ്യൂല. പാരന്റ്സിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. എന്ന് പൊളിറ്റിക്കൽ എക്കണോമിക് സിറ്റുവേഷൻ മാറുന്നോ അന്ന് അവിടെ കഥ മാറും. ശരിക്കും നമുക്കിവിടെ മെഡിക്കെയർ ഫ്രീ ആണെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? വെൽക്കം ടു ഇൻസ്പയർഡ് ഫോക്സ്. നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാം, ലിജിൻ, യെസ്, ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടില്ലാത്ത, പക്ഷെ എങ്കിൽ പോലും എനിക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ, ഞാൻ എല്ലാത്തിനും ഇത് തന്നെ പറയുന്നത് പറയണം അല്ല, സ്ട്രൈക്കിംഗ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ഫ്യൂ എപ്പിസോഡ് മുന്നേ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തൊരു കാര്യത്തിനകത്ത് റാഷിദ് പറഞ്ഞിരുന്നു, വിനായകൻ പറഞ്ഞൊരു ഒരു കൂട്ട്, നമ്മൾ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്, പുള്ളി ഉദ്ദേശിച്ചത്, ഞാൻ ആ വീഡിയോ വീണ്ടും കണ്ടു, പുള്ളി ഉദ്ദേശിച്ചത് സ്റ്റുഡൻസ് എന്ന് ആയിരിക്കും. അപ്പോൾ പക്ഷേ ജനറലി മൈഗ്രേറ്റ് ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു ടേം പറഞ്ഞു. ലിജിൻ എന്ത് തോന്നുന്നു? ഐ ഡിസഗ്രി. മേ ബി ഇതായിരിക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം എനിക്ക് നാട്ടിലില്ലായിരുന്നു. ചിലപ്പോൾ വിനായകൻ ഉദ്ദേശിച്ചത് സ്ത്രീകൾ എന്നുള്ള രീതിയിലായിരിക്കാം. കാരണം ഉദ്ദേശിച്ചപ്പോ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ആ ഒരു ഏജ് ഗ്രൂപ്പിനെ പറ്റിയിട്ടായിരിക്കാം സ്വാതന്ത്ര്യം, ഒരു സൗകര്യം അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. നമുക്ക് എനിക്കിപ്പം നാട്ടിൽ ചെന്നപ്പോഴാണ്, നാട്ടിൽ ഇരിക്കുമ്പോഴും പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ശരിക്കുള്ള ആൻസർ പറയേണ്ടത് ആ പ്രായത്തിലുള്ള പിള്ളേരായിരിക്കും, അല്ലേ? പക്ഷെ നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ 1% വരെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതേസമയം തന്നെ they just want to explore it. ജീവിതം എക്സ്പ്ലോർ ചെയ്യണ ഒരു സമയം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ നമ്മള് അവരടുത്ത് ചോദിക്കണേക്കാൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാലോ, എന്തുകൊണ്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു? ഞാൻ മൈഗ്രേറ്റിന് മുമ്പ് ഒരു ബാക്ക് സ്റ്റോറി പറയാം. ഞാൻ മൈഗ്രേറ്റിനെ അതിനു മുമ്പ് ഒരു പോയിന്റ്, നമ്മളിപ്പോ സംസാരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തെന്ന് പറയുന്നത്. മലയാളം സംസാരിക്കുന്നത് കാരണം നമ്മളൊരു 10, 12, 13 വർഷത്തോളായിട്ട് ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. പറയല്ലേ, പ്രായം മനസ്സിലാവില്ല. ഓക്കെ, ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് ചെയ്ത ജോലിക്ക് എനിക്ക് കിട്ടിയിരുന്നത് 1000 രൂപ. ഡോളറിന്റെ 1000 രൂപ ഒരു മാസം എനിക്ക് കിട്ടിയത് 1000 രൂപയാണ്. ഞാൻ നേഴ്സാണ്. എനിക്ക് 1000 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് പെട്രോൾ അടിച്ച് അവിടെ ഞാൻ ജോലി ചെയ്ത് ആശുപത്രി പോകണമെങ്കിൽ തികയത്തില്ല, ഒരു മാസം ഒരു രീതിയിലും തികയത്തില്ല. അപ്പോഴും ഞാൻ, എനിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? 23 അറേഞ്ച് വയസ്സുണ്ട്. അപ്പോൾ അന്നും ഞാൻ എൻ്റെ വീട്ടുകാരുടെ പൈസ മേടിച്ചിട്ടാണ് എൻ്റെ ജീവിത ചെലവുകൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ആ അവസ്ഥ ഞാൻ വേറൊരു അടുത്ത് ചെന്നായിരുന്നെങ്കിലും എനിക്ക് 1000 എന്നുള്ള, അതിന് മുമ്പേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 7500 രൂപയ്ക്കാണ്. ആ 7500 രൂപ 20,000 രൂപ അങ്ങനെ ജീവിക്കുന്ന നേഴ്സുമാരുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫിനെ, എനിക്ക് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സിനും എൻ്റെ ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സിനും, അന്ന് ഞാൻ മാരീഡല്ല, ഇതിനും എല്ലാം ചേർന്ന ഒരു ജീവിത രീതി അല്ല എനിക്കെന്ന് മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്താണ് ഞാൻ പുറത്തോട്ട് എൻ്റെ മൈഗ്രേറ്റ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഓസ്ട്രേലിയക്ക് വരണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമാണ്. മൈഗ്രേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പം വേർ ടു എന്ന് ചോദിച്ചപ്പോൾ ഓസ്ട്രേലിയ ആയിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ട്രൈ ചെയ്ത് ഇവിടെ വന്നു. എൻ്റെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം ഞാൻ നിറവേറ്റി. ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, മണിമാലി കളി അങ്ങനത്തെ ഉണ്ടായിരുന്നു. എൻ്റെ പേരൻസ് സെക്യൂർ ആവുക, എൻ്റെ ഫാമിലി സെക്യൂർ ആവുക, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. നമുക്കൊരു ലൈഫ് ഉണ്ടാവുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അതിന് ഫിനാൻസ് ഒരു തടസ്സമാവാതിരിക്കുക, അങ്ങനെയുള്ള, അത് ഏത് ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഉള്ള ഇതാണെന്ന് തോന്നുന്നു. ഏത് മകനും അല്ലെങ്കിൽ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഉള്ള ഓരോ കാര്യങ്ങളാണ്. പറയണതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം നമ്മള് നാട്ടിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ഫൈനാൻസ് തന്നെയല്ലേ. മിക്ക ആൾക്കാരും
ഫൈനാൻഷ്യൽ മൈഗ്രേറ്റ് എന്ന് പറയുന്നത്. അതെ അതെ. ഇപ്പം എനിക്ക് കുറേ നാളുകൾക്ക് മുമ്പ് വന്ന സമയത്ത് നമ്മളിങ്ങനെ ഇവിടുത്തെ ലോക്കൽ 1-2 പേരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ മൈഗ്രൻസ് എല്ലാവരും റിയൽ മൈഗ്രൻസ് അല്ല, നമ്മളൊരു ഇക്കോണമിക് മൈഗ്രൻസ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ മൈഗ്രൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വേർഡ് എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോൾ അതിന് ഒത്തിരി മീനിങ്ങുകളുണ്ട്. കാരണം നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ നാട്ടിൽ നിന്ന് പോയി വേറെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും നമ്മുടെ കിട്ടുന്നതിൻ്റെ സമ്പാദ്യത്തിൽ ഒരു പരിധിയിലധികം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് തന്നെ അയക്കണത്. അത് നാട്ടിലെ നമ്മുടെ ഫാമിലി ത്രൂ ആണെങ്കിലും നമ്മൾ തിരിച്ചങ്ങോട്ടാണല്ലോ. അപ്പോൾ അവർ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. കാരണം നമ്മളിവിടെ കിട്ടുന്നതിൻ്റെ ടാക്സ് നമ്മളിവിടെ പേ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണേക്കാളും കൂടുതൽ ഒരു പരിധിയിലധികം പോർഷൻ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഫാമിലീനെ സെക്യൂർ ചെയ്യാനായിട്ട് ആണ് അയക്കണത്. പിന്നെ നമ്മുടെ ഹോളിഡേയ്സ് എല്ലാം മിക്കവാറും നമ്മൾ എല്ലാ മലയാളികളും നാട്ടിലോട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വേറെ രാജ്യത്തേക്ക് പോയിട്ട് വളരെ ചുരുക്കം ആൾക്കാരല്ലോ തോന്നുന്നു അല്ലേ? പോകുന്നവരുണ്ട്, ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു മെയിൻ റീസൺ പൈസ ആയിരിക്കാം. പിന്നെ നാട്ടിൽ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം ഇപ്പോൾ എനിക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പം പക്ഷേ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കാണുന്ന ഇപ്പോൾ 12th കൊച്ചു കാണുന്ന എൻ്റെ മൈ ഡ്രീം ഇസ് ടു ബി എൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജസ്റ്റ് അസ്യൂം. അങ്ങനെയാണെങ്കിൽ അവർ നോക്കുമ്പോഴത്തേക്കും എഞ്ചിനീയേഴ്സ്, നേഴ്സസ്, ഇപ്പം നേഴ്സസിന് ജോലിക്ക് ക്ഷാമം ഉണ്ടാവത്തില്ലായിരിക്കാം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക്. പക്ഷേ ബാക്കി കുറേ സെക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അവിടെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ജോലി കിട്ടാണ്ടിരിക്കുകയാണെന്ന് തോന്നുമ്പം അവർ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതും ഒരു ഫാക്ടറാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു പാരന്റ്, ഒരു അച്ഛൻ ആയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. മാതാപിതാക്കൾ ഇപ്പം നാട്ടിലെ പുള്ളിയുടെ ഒരു അനുഭവം വെച്ചിട്ട് പറയണത്, അതായത് എത്രയും പെട്ടെന്ന് മക്കളെ പഠനം കഴിഞ്ഞ് പുറത്തേക്ക് അയക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നാട്ടിലെ മദ്യത്തിൻ്റെയും അതുപോലെ ഒരു കഞ്ചാവ് പോലെ ഒത്തിരി പേര് വഴിതെറ്റി പോകണു എന്നൊരു ഫാക്ടർ ഉണ്ട്. നമുക്കതിനെ എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം. പക്ഷേ പാരൻസിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. കാരണം മക്കൾ ശരിയായ രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളൊരു തോന്നൽ. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, മക്കൾ അകലെയാണ്, അവർക്ക് വിഷമങ്ങളുണ്ട്, എപ്പോഴും ആഗ്രഹിക്കുന്ന സമയത്തൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ എങ്കിലും അവരൊരു എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നല് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു അല്ലേ. ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇതിപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പുറത്ത് പോയിട്ടില്ലല്ലോ, എല്ലാവരും. പക്ഷെ എങ്കിലും ആ ഒരു ഇൻഫ്ലുവൻസ് എല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളതിനെ അതിൻ്റെ ഒരു ശരിയും തെറ്റും അറിഞ്ഞുപയോഗിക്കുന്നു, നാട്ടിലെ ആൾക്കാർ അറിയാതെ ഉപയോഗിക്കുന്നു. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം ഡ്രഗും ആൽക്കഹോളും നമ്മൾ ഇവിടെ അറിഞ്ഞിട്ടാണ് പലരും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഡ്രഗിൻ്റെ നീഡിൽ ഡിസ്പെൻസ് വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇഫ് യു വാണ്ട് ടു യൂസ് ഇറ്റ് വന്ന് നീഡിലെടുത്ത്. അല്ല, ആ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഇവിടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ പോയിച്ചാൽ അവർക്ക് ബോക്സ് കിട്ടും. ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു നീഡിലുണ്ടാവും, നമുക്ക് ആൽക്കഹോൾ വൈപ്സ് ഉണ്ട്, അത് ടൂർണിക്കേറ്റ് ഉണ്ടാവും, ഇത്രയും കാര്യങ്ങളുണ്ടാവും. അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഇതും ഉണ്ടാവും, ബോക്സ് ഉണ്ടാവും. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ട് മറ്റേ ഈ നീഡിൽസ് യൂസ് ചെയ്ത് അവർക്ക് അവർ നല്ല സേഫ് ആയിട്ട്, അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്ന ഒരു പിന്നെ അതുപോലെ മെത്തഡോൺ പ്രോഗ്രാം എന്ന് പറയുന്ന. പക്ഷേ ഇപ്പൊ നമ്മൾ തിരിച്ച് അതിലേക്ക് വരികയാണെങ്കിൽ റാഷി, അതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പോൾ ഫൈനാൻസ് ഒരു ഫാക്ടറാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് കരിയർ മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് ഒത്തിരി പേര് കരിയർ ഓറിയൻറ്റഡാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ പഠിക്കണം, അവരുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവർ അവെയറാണ്. കാരണം അവിടത്തേക്കാളും നാട്ടിൽ ഇപ്പോൾ പഠിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പം ഞാൻ പറയട്ടെ റാഷി, എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു കസിൻ നഴ്സിങ്ങിന് ചേരുക എന്ന് പറഞ്ഞത് 22 ലക്ഷം രൂപയാണ് നാട്ടിൽ. നഴ്സിങ്ങിന് പോയത് നാട്ടിൽ ഇത്രയും ലക്ഷം രൂപ നേഴ്സിങ്ങിന് ഫീസായെന്നുള്ള എന്നെ നാട്ടിലെ ശമ്പളം. ഈ കോളേജുകൾ ഉണ്ടാകുന്നത് തന്നെ പുറത്തേക്ക് ആൾക്കാരെ വിടാനാണ്. ഓക്കെ, എഗ്രി, നമ്മളെല്ലാവരും അങ്ങനെ വന്നവരാണ്. പക്ഷെ എങ്കിലും ഈ ഒരു ഫീസിനൊന്നും ഒരു റെഗുലേഷൻ ഇല്ല. അല്ല, ഇപ്പൊ നമ്മൾ നാട്ടില് അത്രയും ഫീസ് കൊടുത്ത ഒരാൾക്ക് പഠിക്കണത് പുറം രാജ്യത്ത് പോയി. ഇപ്പോൾ ഞാനതുപോലെ കണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ പറഞ്ഞൊരു കൊച്ചി ജർമ്മൻ പഠിച്ചപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് +2 ഒരു സോർട്ട് ഓഫ് മൈഗ്രേഷൻ പ്രോഗ്രാം, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല, അവർ സ്പോൺസർ ചെയ്ത് അവിടെ പഠിപ്പിക്കുക എന്നൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ അവരവിടെ പോകാൻ റെഡിയാ. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ പുറം രാജ്യങ്ങളിലും
എല്ലാ വെസ്റ്റേൺ കൺട്രീസും they need manpower, they need people to work. പോപ്പുലേഷൻ കുറവാണ്. പോപ്പുലേഷൻ കുറവാണ്, they need people to work, they need skilled people. സ്കിൽഡ് പീപ്പിൾ ഇപ്പോൾ ഉള്ള ആകെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ഫിലിപ്പീൻസ് അങ്ങനെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആണ്. ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ ബാക്കിയുള്ള രാജ്യക്കാർക്ക് പഠിച്ചെടുക്കാൻ സമയം പാടാണ്. പക്ഷേ അവിടെ നമ്മള് മലയാളികൾ ലാംഗ്വേജ് ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതാണ് അവർ പറയുന്ന ഒരു റീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കി രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ഡിസിഷൻസ് അവരുടെ അപ്പോഴത്തെ നീഡാണ്. ആ നീഡൻസ് എന്ന് മാറുന്നു, എന്ന് പൊളിറ്റിക്കൽ എക്കണോമിക് സിറ്റുവേഷൻ മാറുന്നോ അന്ന് അവിടെ കഥ മാറും. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ ജർമ്മനി ആയാലും പോളണ്ട് ആയാലും ഒക്കെ അവർ ഇപ്പൊ നമ്മൾ കാണുന്ന ബാക്കിയുള്ള ഒരു എന്താ പറയുക ആന്റി ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ അബൌട്ട് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് മൈഗ്രേഷന്റെ കാര്യമല്ല അവർ പറയുന്നത്. അവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ മാർഗത്തിലൂടെ അല്ലാതെ അവിടെ എത്തിപ്പെടുന്നവരാണ്. ഇറ്റ്സ് നോട്ട് ഈവൻ നോട്ട് അബൌട്ട് റെഫ്യൂജി ടു. പക്ഷേ അല്ലാതെ അൺലോഫുൾ ആയിട്ട് ആ രാജ്യങ്ങളിലേക്ക് വന്ന് ചാടുന്നവരെയാണ് ആ മിക്ക രാജ്യങ്ങളും എതിർക്കുന്നത്. പക്ഷേ ഈ സ്കിൽഡ് മൈഗ്രേഷന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ദേ ഗെറ്റ് ടാക്സ്. നമ്മൾ വർക്ക് ചെയ്യുന്നാലേ ഗവൺമെന്റ് ടാക്സ് കിട്ടൂ എന്നുള്ളതാണ് ഒരു വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന സാധനം ഈ പല രാജ്യങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന്, ഈ രാജ്യങ്ങളിലെ ഏജ്ഡ് ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് അവർ വർക്കിംഗ് ക്ലാസ് കുറയുന്നു. ആ വർക്കിംഗ് ക്ലാസ് കുറയുന്നത് കൊണ്ട് അവർക്ക് പുറത്ത് നാളെ വരണം. ദേ വാണ്ട് കീപ് യു ആസ് എ വർക്കിംഗ് ക്ലാസ്. അതിനപ്പുറം നമുക്കൊരു വർക്കിംഗ് ക്ലാസ് ആണ് അവരുടെ ഇക്കോണമി. അവരുടെ രാജ്യം റൺ ചെയ്യണത് ആൾക്കാർ വർക്ക് ചെയ്യണത് കൊണ്ടും അതിന്റെ ടാക്സ് കൊണ്ടാവും. 30-45% ടാക്സ് മിക്ക രാജ്യങ്ങളിലും. ഇപ്പം നമ്മുടെ നാട്ടിലും 30% എത്തി തുടങ്ങി. പക്ഷേ ആ ടാക്സ് കൊണ്ടാണ് ഗവൺമെന്റ് നടത്തുന്നത്. എന്ന് ഇവിടുത്തെ പോപ്പുലേഷൻ വലുതാവുന്നോ, എന്ന് വർക്കിംഗ് ക്ലാസ് ഇല്ലാതാവുന്നോ, ഗവൺമെന്റ് ഗെറ്റ് ദ മണി. ഈവൻ ഇൻ ഓസ്ട്രേലിയ ഇറ്റ്സ് ദ സെയിം അല്ലേ? നമ്മളിപ്പോ ഓസ്ട്രേലിയയിൽ പറയുന്നത് നമുക്ക് ഹെൽത്ത് സിസ്റ്റം ഫ്രീ ആണോ? ശരിക്കും നമുക്ക് ഇവിടെ മെഡിക്കെയർ ഫ്രീ ആണെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? നമ്മൾ മെഡിക്കെയർ നമ്മൾ കൊടുക്കുന്ന ടാക്സും നമ്മൾ ഈ മെഡിക്കെയർ ലെവി എന്ന് പറഞ്ഞ് നമ്മൾ അടയ്ക്കണ പൈസയും അതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫൈനാൻഷ്യലി ഇൻ എ ഡോളർ പോയിന്റ് ഓഫ് വ്യൂല് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് ഫ്രീ. നമുക്ക് തോന്നാം ഫ്രീ ആണെന്ന്, കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ സൗകര്യങ്ങൾ. പക്ഷേ നമ്മൾ ഈവൻ മെഡിക്കെയർ ഉണ്ടെങ്കിലും നമ്മൾ ഒരു സർട്ടൻ ഇൻകത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. വി ആർ ഫോഴ്സ് ടു ടേക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഒരു ഒട്ടുമിക്ക മലയാളികളല്ല പൊതുവെ എല്ലാവർക്കും ആ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അതിനും എക്സ്പെൻസീവാണ്. ആ പോയിന്റിൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കമ്പനികൾക്ക് അവരുടെ പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ 25% മാത്രമേ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുള്ളൂ. ബാക്കി 70% കമ്മിങ് ഫ്രം മെഡിക്കെയർ. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് മാറുവാണെങ്കിലും നമുക്കൊരു ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് പുറമേയുള്ള ആൾക്കാർ. ഇപ്പോൾ ഈവൻ ദുബായ് പോലെയുള്ള രാജ്യങ്ങളിലാണ് അവിടെ ഒത്തിരിയും കൂടി ഒരു സേവിങ് കപ്പാസിറ്റി ഉണ്ട് തോന്നുന്നു. കാരണം ആ ഒരു ടാക്സിൽ ഡിഫറൻസ് എന്തോ നമുക്കറിയില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ദുബായിന്ന് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ നിന്ന് അവിടെ വരുന്നവർക്ക് ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം ഇവിടെ വരുമ്പോൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന ആ എക്സ്പെൻസിലേക്ക് മാറാൻ വളരെ സങ്കോചപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? കാരണം പക്ഷെ വേറൊരു ഒരു ഫാക്ടറല്ലേ, ഇപ്പം ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഇഫ് $1 is equal to $1, അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന $1 നാട്ടിലെ തന്നെ $1 തുല്യമാണെങ്കിൽ നമ്മളെ എവിടെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് നാട്ടിൽ. അതെ ആണ് അല്ലേ? അപ്പോൾ അത് നമുക്കൊരു ഇക്കോണോമിക്കലി നമുക്കുള്ളൊരു ഓരോ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഡോളർ ട്രാൻസാക്ഷൻ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ഒരാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പുറം രാജ്യത്ത് പോവാണ്, സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ഒരാൾക്ക് അത് മാത്രം ഫാക്ടറാക്കി റാൻഡം ഒരു കോഴ്സ് എടുത്ത് പോകുന്നത് ഒരു നല്ല പ്രവണതയാൽ അങ്ങനെയുള്ളവരാണ് അവസാനം സ്റ്റക്ക് ആവുന്നത്. ഓക്കെ, നമുക്ക് ആ ഫോക്കസ് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് പലരും സ്റ്റക്ക് ആയി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുറത്ത് പോയി പഠിക്കാന്ന് പറയണതിനോട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ ജോലി ചെയ്യാൻ പാടാണ്, പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്യാന്നുള്ളതാണ്. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരായിക്കോട്ടെ, അല്ലാത്ത വിസകളിൽ വരുന്നവരായിക്കോട്ടെ, നമ്മൾ ആരായാലും വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ എന്ത് ജോലി ചെയ്യാറാണ്. എന്നിട്ട് ആ ചെയ്യുന്ന ജോലി എടുത്ത് റീൽസ് ആക്കി ലോകത്തുള്ള എല്ലാവരെയും കാണിക്കുകയും ചെയ്യും. എന്നിട്ട് അതേസമയം ആ നാട്ടിൽ ആ ജോലി ചെയ്യൂല എന്നാണ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്തും ചെയ്യാൻ നമ്മൾ റെഡിയാന്നുള്ളതാണ്. നാട്ടിലാകുമ്പോൾ നാട്ടുകാരുണ്ട് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇത് പോരാ എന്ന് വിചാരിക്കുന്നവരായിരിക്കാം.
ഇപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ സ്വിഗ്ഗി ഓടിയിട്ട് 500 ദിവസം ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, ഊബർ ഓടിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നാട്ടിൽ ഓടിച്ച് ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആ സെയിം ആള് തന്നെ ഇവിടെ വന്നിട്ട് ഊബർ ഓടിച്ച് അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പെർസ്പെക്റ്റീവ് അല്ലേ? എനിക്ക് ലാർജർ പിക്ചറാണ് കാണേണ്ടത്. ഇപ്പം മറ്റേ ഡ്യൂ റെസ്പെക്ട് വിനായകൻ, പക്ഷേ പുള്ളി പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം എന്നുള്ള ഒറ്റ ടേമിൻ്റെ പുറത്ത് ഇപ്പം നമ്മുടെ നാടൊരു അല്ല ഒരു സിവിൽ വാർ നടക്കുന്നൊരു രാജ്യമോ അങ്ങനെയൊന്നുമല്ല. ഡോണ്ട് ബി എ മൈഗ്രന്റ് ഫോർ ദാറ്റ് റീസൺ. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഫ് യു ആർ ഗുഡ് ഇനഫ് ടു സക്സീഡ് ഇൻ അറ്റ് ഹോം ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ബി. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, എനിക്ക് തോന്നുന്നു അതിനു വേണ്ടിയിട്ട് മാത്രം ഇവിടെ വരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ മുമ്പ് ഒരു കമന്റിന് ഒരു വീഡിയോ ഡൽഹി വന്നത്, നിങ്ങളൊക്കെ എന്തിനാ പിന്നെ അവിടെ ഒരു കാര്യം പറഞ്ഞോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്താണ്. ലജിൻ പറഞ്ഞു നമ്മളിപ്പോ തന്തവൈബിലാണ്. ഇതാണ് തന്തവൈബ്. നമ്മൾ പിള്ളേരൊക്കെ ആയി ഇങ്ങനെ നിൽക്കുന്നത്, പിള്ളേര് ഇനി വരുമെന്തോ, നമുക്കാണെങ്കിൽ വീട്ടുകാരവിടെ നമ്മൾക്ക് സംസാരിക്കേണ്ട കാര്യം. കാരണം നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ്, ഇപ്പം നമ്മളെ പോലെ ആദ്യ തലമുറ വേറെ രാജ്യത്തേക്ക് കുടിയേറിയിട്ട് അവരനുഭവിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൾ. സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസ് ഇല്ല, സെക്കൻഡ് ജനറേഷൻ സിറ്റിസൺസ് ആണ്. മൈഗ്രൻസ് അതെല്ലാ കൺട്രിയിലും അത് അപ്ലിക്കബിൾ അല്ലല്ലോ ലിജി. പറഞ്ഞു വന്ന പോയിന്റിലേക്ക്. അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് പഠിക്കാൻ പോവുകയാണെങ്കിലും കരിയർ തേടി പോവുകയാണെങ്കിലും ഒരു 10-70 എത്ര വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 70,000 വർഷത്തോളം മനുഷ്യന്റെ ഈ മൈഗ്രേഷന് ചരിത്രത്തിലുണ്ട് എന്നാണ് പറയണത്. ഒരു രാജ്യത്ത് നിന്ന് അവൻ അവസരങ്ങൾ തേടിയിട്ട്, പണ്ട് വെള്ളം തേടി പോയായിരുന്നു, ഫുഡ് തേടി പോയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടായിരുന്നു. അതുപോലെ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളൊരു കുറച്ചും കൂടി ടെക്നിക്കലി ഫോമലി വിസയൊക്കെ എടുത്ത് മൈഗ്രന്റ് ആവണം. അല്ല നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, സിന്ധു നദീതട സംസ്കാരം, ഒരു ഭാഗത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ. അപ്പൊ അത് മനുഷ്യന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്, മനുഷ്യന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ പോയിന്റ് പോലെ തന്നെ റെലവെന്റ് ആണ്. നമ്മളിപ്പോ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ളവര് ഇവിടെ ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേര് തിരിച്ചു പോകണ എത്ര പേരുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ തന്നെ പരിചയത്തില് ഒരു റീസെന്റ് കുറച്ച് ഫാമിലീസ് ഇവിടെ തിരിച്ചു പോയായിരുന്നു, നാട്ടിൽ തിരിച്ചു പോയി. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഓക്കെ. ഇപ്പൊ നമ്മളെല്ലാം ഒരു അവസരം വരികയാണെങ്കിൽ തിരിച്ചു പോയിരിക്കാം, തിരിച്ചു ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോയി. നമുക്കും ആഗ്രഹങ്ങളില്ലേ. ഇപ്പൊ നമ്മളും നാട്ടില് പോയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിനോട് സംസാരിക്കാറുണ്ട്. ലോട്ടറി അടിക്കുന്നില്ല, ലോട്ടറി മാത്രമല്ലല്ലോ. അപ്പൊ അറ്റ് എൻഡ് ഓഫ് ദ ഡേ പറഞ്ഞ പോലെ പൈസ മാത്രമല്ലല്ലോ ജീവിതം. അപ്പൊ നമ്മള് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പ്രായത്തുമ്പോ നമുക്ക് തോന്നാം നമ്മൾ ആ ഒരു ലോൺലിനെസ്സും നമ്മൾ ആ ഒരു സത്യം. അപ്പൊ നമ്മള് എന്താണ് നമ്മളെന്താണ് ഇത്രയും സംഭവം ഇത്രയും നാളുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ഒത്തിരി ഒറ്റപ്പെടലുണ്ടാവാം. അപ്പം നമ്മൾ ഇവിടെ ചെന്ന് നമുക്ക് നാട്ടിലെ കണക്ഷൻസ് വിട്ടു പോകണ ഒത്തിരി ആൾക്കാരുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഇവിടെ നമ്മൾ മുന്നോട്ട് ജീവിക്കുന്തോറും നമുക്ക് നമ്മൾ ആ ലോൺലിനെസ്സിലേക്കും ആ ഒരു ഏജിങ്ങിലേക്കും നമ്മൾ എത്തിപ്പെടും. നമുക്ക് നാട്ടിലുള്ളവർ ഇപ്പൊ അനുഭവിക്കുന്ന അതേ അവസ്ഥയിലൂടെ നമ്മളും കടന്നു പോകും അല്ലേ. ഇപ്പൊ നമുക്കറിയാവുന്ന ഇവിടുത്തെ സെക്കൻഡ് ജനറേഷന്റെ കാര്യം ഷാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് വന്ന സമയത്ത് സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ ഇപ്പം കല്യാണം കഴിഞ്ഞ് അവരെ സെക്കൻഡ് ജനറേഷനായി. ആ പേരൻസ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ വീടുകളിൽ നമുക്ക് പേര് പറയേണ്ട പക്ഷേങ്കിലും നമുക്ക് വളരെ അടുത്തുള്ള ഒരു ചേട്ടൻ ഒരു ദിവസം ഞാൻ കണ്ടപ്പം ആ ചേട്ടൻ 2 മക്കളും ഇപ്പോൾ യൂണി കഴിഞ്ഞു, അവരുടെ വഴിയിൽ പോയി. അപ്പം ഞാൻ ഒരു ദിവസം ചേട്ടാ ഇപ്പോൾ ഫ്രീ ആയല്ലോ, വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലോ എന്ന് പറഞ്ഞ് റാഷ് നിനക്ക് അറിഞ്ഞുകൂടാ അതെന്ത് ബോറിംഗ് ആണ്. പുള്ളി പറഞ്ഞു പണ്ട് അതുകൊണ്ട് ഞങ്ങളെ മക്കള് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി എല്ലാം കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങൾ കട്ടയ്ക്ക് പണിയെടുത്തു. ചേട്ടനും ചേച്ചിയും കട്ടയ്ക്ക് പണിയെടുത്തിട്ടാണ് പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിള്ളേർ ഹൈസ്കൂൾ കഴിഞ്ഞ് പിള്ളേർ അവരെ വഴിക്ക് പോയി. ഇപ്പം ഇവർ പറയലേ ഇപ്പം ഞങ്ങൾക്ക് വീടുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പിള്ളേരില്ല. അതൊരു വലിയ പക്ഷെ അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ ഇപ്പം എങ്ങനെയെങ്കിലും സമയം കിട്ടുമെങ്കിൽ പിള്ളേരോടെ ഇരിക്കുക. ഇതുപോലെ ഞങ്ങളുടെ അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾക്ക് വന്ന് അപ്പൊ വീട്ടിൽ പോകാൻ നിങ്ങൾക്ക് തോന്നത്തില്ല. ഇപ്പൊ വീട്ടിൽ ഇരിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ പണിക്ക് വരുന്നത് പുള്ളി പറഞ്ഞത്. അതെ, നമ്മൾ ആ ഒരു ചെറിയ നിമിഷങ്ങള് സന്തോഷിക്കണം. നമ്മൾ ഇപ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ ആണെങ്കിലും നമ്മളാണെങ്കിലും ആരാണെങ്കിലും അല്ല, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ആ ഒരു പ്രായത്തിലേക്ക് ഇറക്കുമ്പോൾ ഇവിടെ ഇത്തിരി കൂടി നേരത്തെയാണ്. ഇവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച് 13 വയസ്സാകുമ്പോൾ തൊട്ട് മക്കള്
13 14 ഒരു സോർട്ട് ഓഫ് ടീനേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള വീടുകളിൽ നിന്ന് മാറി താമസിക്കും. ഇവിടെ ഒരു സോർട്ട് ഓഫ് ഇറ്റ് ദേ അക്സെപ്റ്റ് ഇറ്റ്. ടീനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മോള് ഇടയ്ക്ക് എന്നോട് പറഞ്ഞത്, ഡാഡി ഐ വോണ്ട് ടു ബൈ സംതിങ് ഇൻ ഫോർ ദ ട്വീൻ എന്ന് പറഞ്ഞു. നീ ടീൻ ആയില്ലല്ലോ എന്ന് പറഞ്ഞു. നോ ടീൻ ഡാഡി, ട്വീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്, ട്വീനേജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടീനേജിന് മുമ്പേ ഉള്ള സാധനമാണ് ട്വീനേജ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൽസ് ഒക്കെ ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള, ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി, അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ സാധനങ്ങൾ കിട്ടുന്ന ഒരു വെബ്സൈറ്റ്, അവർക്ക് കുറെ ഐഡലായിട്ടുള്ള കുറെ സോഷ്യൽ മീഡിയ സ്റ്റാർസ്, അങ്ങനെയുള്ള ഒരു വേറൊരു വേൾഡാണ് പിള്ളേര്. അത് സോഷ്യൽ മീഡിയ പറയും മാർക്കറ്റിങ്ങിന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബെസ്റ്റ് മീൽ ഓഫ് ദി ഇമ്പോർട്ടന്റ് മീൽ ഓഫ് ദി ഡേ എന്നൊക്കെ പണ്ട് സീരിയൽ കമ്പനികൾ ഇറക്കിയ പോലെ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞത് ഒരു 5 കാര്യം പറയാൻ പറ്റുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം നാട്ടിൽ നിന്ന് കുട്ടികൾ ഒരു മൈഗ്രേറ്റ്, കുട്ടികളല്ല ജനറലി മൈഗ്രേറ്റ് ചെയ്യണത് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ഫിനാൻസ്, ബെറ്റർ ലൈഫ്, ഇത് രണ്ടുമാണ്. ഇതായിരിക്കാം ബെറ്റർ ലൈഫ് സ്റ്റൈൽ. ബെറ്റർ ലൈഫ് എന്ന് വെച്ചാൽ ഫിനാൻസ് ഇൻക്ലൂഡ് ആവുന്ന ആ ഒരു ലൈഫ്, അവർക്ക് കരിയർ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഇതാണ് മേജർ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മെജോറിറ്റി ഞാൻ പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ, സ്വാതന്ത്ര്യം ഇൻക്ലൂഡഡ് ആണ്. ഫൈനാൻസ് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഫൈനാൻസ് ഐ വിൽ സേ ഇറ്റ് സെപ്പറേറ്റ്. കാരണം ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം കഴിഞ്ഞ് ടാക്സും കഴിഞ്ഞ് എല്ലാം വരുമ്പോഴുള്ള ഒരു ഫൈനാൻസ് ഉണ്ടല്ലോ, അതാണ് ഫൈനാൻസ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എങ്കിലും ബട്ട് ഇറ്റ് സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ ദാൻ ബാക്ക് ഹോം. ഞാൻ കരുതുന്ന മനുഷ്യൻ്റെ ഒരു ഏറ്റവും ഒരു നൈർമല്യമായിട്ടുള്ള ഒരു വികാരമുള്ള ഒരു സ്നേഹം, അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട് പലപ്പോഴും. കാരണം എന്തിനു പുറത്തേക്ക് വരുന്നതാ റാഷിദ, ഇങ്ങനെ നോക്കി നോക്കിയേ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാവണം. അവർക്ക് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ എനിക്ക് പൈസ, ഫൈനാൻസിനെ കവർ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണ് പൈസ ആയിരിക്കും. അപ്പോൾ എൻ്റെ അയൽപ്പക്കത്തേക്കുള്ളൊരു ചേട്ടനൊക്കെ നാട്ടിലും മക്കളെയും അമ്മേനെയും ഒക്കെ വിട്ടിട്ട് അവിടെ പുറമേ ചെന്ന് കഷ്ടപ്പെടുന്നത് അവർക്ക് നല്ലത് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. അവരുടെ ആരോഗ്യം, അവർക്ക് പഠിത്തം ഒറ്റ ഫാക്ടറാണ്. പൈസ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പൈസയുടെ പുറകിലൊരു റീസൺ ഉണ്ടാവില്ല എന്തുകൊണ്ട് പൈസ ഉണ്ട്. പക്ഷെ ഒപ്പം നമ്മുടെ ആ ഒരു കരുതലും നമ്മുടെ ഇഷ്ടപ്പെടുന്നവരോടുള്ളൊരു സ്നേഹവും ആണെന്ന് വിശ്വസിക്കാനായാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പറഞ്ഞത് എന്തുകൊണ്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ജാസ്റ്റ് ജനറൽ. അതേസമയം തന്നെ നമ്മൾ ഇപ്പം കാണുന്ന അതേ ട്രെൻഡ്, കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു എന്നുള്ള ട്രെൻഡ്, റിവേഴ്സ് മൈഗ്രേഷൻ വളരെ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ റിവേഴ്സ് മൈഗ്രേഷൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് റിവേഴ്സ് മൈഗ്രേഷൻ ചെയ്തെന്ന് പ്ലീസ് കമന്റ് ബിലോ. നമുക്ക് അവരെ സംസാരിക്കാം. സംസാരിക്കാതെ. താങ്ക് യു ഫോർ വാച്ചിങ്. See you next time. Thank you.